ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT മൂന്നാമതും ചോദ്യം ചെയ്തു. തിരുവനന്തപുരം പോലീസ് ക്ലബ്ബിൽ നടന്ന ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, യാത്രാവിവരങ്ങൾ എന്നിവ ശേഖരിച്ചിട്ടുണ്ട്. 2019 തട്ടിപ്പ് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2025 ശില്പപാളികൾ സ്വർണം പൂശാൻ നൽകിയതാണ് പ്രശാന്തിന് കുരുക്കായത്. പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറും മുമ്പ് ശില്പപാളികൾ പോറ്റിക്ക് നൽകാൻ പ്രശാന്ത് തിടുക്കം കൂട്ടിയോ എന്നതടക്കമാണ് പരിശോധിക്കുന്നത്. ഹൈക്കോടതിയെ അറിയിക്കാതെയായിരുന്നു പാളികൾ കൈമാറിയത്. ഹൈക്കോടതിയെ അറിയിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നും മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെന്നുമാണ് പ്രശാന്തിന്റെ മൊഴി. പാളികളിലെ സ്വർണം മങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പൂശാൻ നൽകിയതെന്നും പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ലെന്നും പ്രശാന്ത് മൊഴി നൽകി. ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ബോർഡിന് നഷ്ടമുണ്ടായിട്ടില്ല. അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണ്ണപ്പാണികളുടെ ഭാരം കൂടുകയാണ് ചെയ്തത്. സ്പെഷ്യൽ കമ്മീഷണറെ മുൻകൂട്ടി അറിയിക്കുന്നതിൽ പിഴവുണ്ടായി. അതിന് ഹൈക്കോടതിയിൽ മാപ്പ് പറഞ്ഞു. 12 പാളികളിലായി ആകെ തൂക്കം 22.833 കിലോഗ്രാമും അതിൽ സ്വർണത്തിന്റെ ഭാരം 281.200 ഗ്രാമും എന്നിങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെ ആകെ തൂക്കം 22.876 കിലോയായും സ്വർണത്തിന്റെ അളവ് 290.698 ഗ്രാമായും കൂടിയെന്നും പ്രശാന്ത് മൊഴി നൽകി. എന്നാൽ സ്പെഷ്യൽ കമ്മീഷണറെ വിവരമറിയിക്കാത്തത് കൊള്ളയ്ക്ക് ഒത്താശ ചെയ്യാനോ 2019 കൊള്ള മറയ്ക്കാനോ ആണെന്നാണ് SITയുടെ സംശയം.